ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ തള്ളവിരലിൻ്റെ ഈ ലിഗ്മെൻറ്റിനെ പറ്റിയാണ്. ഉൾഭാഗത്ത് നമ്മുടെ ഈ എല്ലും തമ്മിൽ കണക്റ്റിങ് ചെയ്യാൻ കുറച്ച് ലിഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ സൈഡ് കണ്ടോ, ഇവിടെയും ഈ ഏരിയയിലും. നമ്മളിപ്പോൾ ഈ ടൈറ്റ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഭാരങ്ങൾ പൊന്തിക്കുമ്പോൾ സ്ലിപ്പായാൽ, അതായത് വിരൽ ഇങ്ങനെ പോയാൽ ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ആ ലിഗ്മെൻറ്റ് വിട്ടുപോകും. വിട്ടുപോയാൽ എന്താ പറ്റുക? നമുക്ക് പിടുത്തം കണ്ടോ, നമ്മൾ പിടിക്കുമ്പോൾ നമ്മളുടെ തമ്പ് ഇങ്ങനെ താഴേക്ക് പോവും. നോക്കട്ടെ, അങ്ങനെ താഴേക്ക് പോവും കണ്ടോ. സോ ഈ ലിഗ്മെൻറ്റ്, ഉൾഭാഗത്തെ ലിഗ്മെൻറ്റ് പോയാൽ നമുക്ക് പിടുത്തം കിട്ടില്ല. സോ ഫോർ എക്സാമ്പിൾ, ഒരു പ്രഷർ കുക്കർ പൊന്തിക്കുക അല്ലെങ്കിൽ ഹെവി വെയിറ്റ് പൊന്തിക്കുക, ഭയങ്കരമായിട്ട് പെയിൻ വരാൻ തുടങ്ങും. പെയിൻ വന്നാൽ അത് സ്ലിപ്പാവും. ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, നമ്മുടെ വിരൽ കണ്ടോ, നമുക്ക് പല ഡയറക്ഷൻ നീക്കാൻ പറ്റും. ഈ സൈഡിലത്തെ ആ ലിഗ്മെൻറ്റ് പോയാൽ അനങ്ങുമ്പോൾ ഇത് ലൂസാവും, ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. സോ പിടുത്തം വരുമ്പോൾ വിരൽ ഇങ്ങനെ പോകുന്ന പകരം ഇത് ടിൽറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ആദ്യം എന്തായാലും എക്സ്റേ എടുക്കേണ്ടി വരും. നമ്മൾ രണ്ടുപേരിലും ഒരുമിച്ച് എക്സ്റേ എടുക്കുക കമ്പാരിസന് വേണ്ടിയേ. നമ്മളൊന്ന് ചെറുതായിട്ട് വലിക്കും, എത്രത്തോളം അകൽച്ചുണ്ടെന്ന് അറിയാനാണ്. ബട്ട് ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എം ആർ ഐ എടുത്താലാണ് അതിൻ്റെ ആ ലിഗ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാം. ലിഗ്മെൻറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തുന്നി പിടിപ്പിക്കേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ റിസൾട്ട് അത്ര നല്ലതാവില്ല. ജോയിൻ്റ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും, ഈ രണ്ട് എല്ലുകൾ തമ്മിലിങ്ങനെ ഇളകാൻ തുടങ്ങും, പിന്നെ അത് തേയ്മാനമായി മാറും. സോ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, അധികം അകൽച്ചുണ്ടെങ്കിൽ എം ആർ ഐയിൽ ഫുൾ ലിഗ്മെൻറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ റിപ്പയറാണ്. താങ്ക് യു.